ഹായ് വെൽക്കം ബാക്ക് ടു Vemish. ഞാൻ ഇന്നൊരു സിമ്പിളായിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി പറഞ്ഞതാണ് വന്നേക്കണേ. വേറെ ഒന്നുമില്ല, നമ്മുടെ ചിക്കൻ വിത്ത് കുമ്പളങ്ങ എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? കുമ്പളങ്ങയുടെ ഒരു പിക്ചർ ഞാൻ കൊടുക്കട്ടെ. ഞാൻ കട്ട് ചെയ്ത് പോയി, അത് കാരണം അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുമ്പളങ്ങ സാധാരണ എല്ലാവരും അത് ഉപയോഗിക്കാറില്ല, ഒന്നല്ലെങ്കിൽ കളയുന്നതൊക്കെയാണ്. നമ്മുടെ തൃശ്ശൂർക്കാർ കുറച്ച് കുമ്പളങ്ങയോടുള്ള ഉപയോഗങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുമ്പളങ്ങ ഇട്ടിട്ട് ചിക്കൻ കറി വെക്കും, നല്ല ടേസ്റ്റാണ്. നല്ല വെളിച്ചെണ്ണയിൽ വേണം വെക്കാൻ, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആവുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വിത്ത് കുമ്പളങ്ങയ്ക്ക് നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അത്യാവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരമണിക്കൂർ നേരം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ കുറച്ച് നേരം നമുക്കങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവോളയാണ്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി. ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്നുമില്ല, ചട്ടി എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളകും സബോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ പൊടികളിടാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ പൊടികളാണോ, ഇപ്പോൾ എരിവ് വ്യത്യാസം ഉണ്ടാകും. പാക്കറ്റ് പൊടി ആകുമ്പോൾ അതിനനുസരിച്ച് എരിവ് കൂടും, പൊടിച്ചെടുക്കുന്ന പൊടിയാകുമ്പോൾ അതിനനുസരിച്ച് കുറയും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ആ വ്യത്യാസങ്ങളനുസരിച്ച് നിങ്ങൾ ഒന്ന് ഇടണം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂണാണ്. പിന്നെ മസാലപ്പൊടി 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. മസാലപ്പൊടി വീട്ടിൽ പൊടിച്ച മസാലയാണ്. മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും എല്ലാം വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചിക്കനിൽ പരട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യം മറക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കുറച്ച് സമയം എടുക്കുക, പച്ചമണമൊക്കെ വിട്ട് കുറച്ച് സമയം വരിക, പടി പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇതിൽ നിന്ന് കുറച്ചൊരു എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് പോലെ വരും. അപ്പോൾ അത് വരെ ആകുമ്പോൾ കറക്റ്റ് ഏകദേശം ആവും, അതിൻ്റെ മൂപ്പൊക്കെ കറക്റ്റ് ആവും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഇളക്കിക്കോളൂ കേട്ടോ. പൊടികളിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറയ്ക്കണം. അതിനുശേഷം നമ്മളുടെ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ആയപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നന്നായിരുന്നു എല്ലാം ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മതിയോ, കൂടുതലൊന്നും ഒഴിക്കേണ്ട, 1 കപ്പ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ചൂടാവണം കേട്ടോ, അതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ചിക്കനിൽ ഇത്തിരി ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ടിട്ട് ഈ ചിക്കൻ ഒരു 3/4 വേവാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളൊന്ന് ഉപ്പൊന്ന് നോക്കിയല്ലോ കേട്ടോ. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് പരട്ടി വെച്ചിട്ടുണ്ട്, ഉള്ളിയിലും കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു സബോളയിൽ. അപ്പോൾ നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്യുക. അടുത്ത് നമ്മുടെ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ നമ്മൾ 1 കിലോ ആണ്. അത് നന്നായിട്ട് സ്ക്വയർ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറച്ചൊന്ന് ഒരു ഒടയണ പരുവത്തിലൊന്ന് വേവിച്ചോ. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കുമ്പളങ്ങയെന്ന് ആവി ഇങ്ങനെ പറന്ന് വരണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം 3/4 വേവായിട്ടുണ്ട്. അത് വേവായതിന് ശേഷം നമ്മൾ 3/4 വേവിലേക്ക് നമ്മുടെ ഈ കുമ്പളങ്ങ നന്നായി വെന്തത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ വേവുന്ന വരെ നമുക്ക് അടച്ചിട്ടൊന്ന് വേവിക്കാം. മസാല കുറവുണ്ടെങ്കിൽ നിങ്ങൾ മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് ഉപ്പും കുറവ് തോന്നുകയാണെങ്കിൽ ഇട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാത്തിലും ഉപ്പിടാനായിട്ട്. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ മൂടി തുറന്നു കേട്ടോ. അടിപൊളിയായിട്ട് ചിക്കൻ വെന്തു. നമുക്ക് ചിക്കൻ വേവാൻ ഏകദേശം ഒരു 25 മിനിറ്റ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ നോക്കിയിട്ട് ഇടണം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. കുമ്പളങ്ങ വിത്ത് ചിക്കൻ സൂപ്പറാണ്. ഇത്തിരി ഗ്രേവിയോട് കൂടി കഴിക്കണം കേട്ടോ. വളരെയധികം ഗ്രേവിയല്ല, കുറേ വെള്ളമല്ല, എന്നാൽ കുറച്ചൊരു ഗ്രേവിയോട് കൂടി കഴിക്കണം. അതാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ സ്വന്തം ചിക്കനും കുമ്പളങ്ങ കറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.